ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മോർണിംഗ് റൊട്ടീനാണ്. രാവിലെ എണീറ്റ് തൊട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരെയുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയാണ്. രാവിലെ ഞാൻ എണീറ്റു, ബാത്റൂമിൽ പോയിട്ട് പല്ല് തേക്കുന്നതും കൊണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല്ലിങ്ങനെ തേച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പല്ല് തേച്ച് കഴിയാറായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രബ് ഇടാണ്. കുറേ ദിവസം സ്ക്രബ് ഇട്ടിട്ട് ഓഫ് കിട്ടുമ്പോൾ സ്ക്രബൊക്കെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് നമ്മുടെ സ്കിന്നൊന്ന് ഇതാക്കാനായിട്ടൊക്കെ പറ്റും. അപ്പം ഞാനിന്ന് സ്ക്രബ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഉരയ്ക്കുന്നുണ്ട്. കുറേ പിമ്പിൾസ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ടാണ് ഞാനിന്ന് സ്ക്രബ് ഇട്ടത്. അത് കഴിഞ്ഞ് മുഖമൊക്കെ ഒന്ന് കഴുകി ആ വെള്ളമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു ഫേസ് വാഷ്. ഇപ്പോൾ ഫോം ഫേസ് വാഷാണ്. അപ്പോൾ അത് ടീ ട്രീ ഓയിലിൻ്റെയൊക്കെ ഉള്ള ഒരു കണ്ടൻസൊക്കെ ഉള്ള ഒരു ഫേസ് വാഷാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം അത് ഇടുമ്പോൾ. അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അപ്പോൾ ഞാനതിട്ടിട്ട് മുഖമൊക്കെ കഴുകി നല്ലോണം നല്ല തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി തുടച്ച് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് അവിടെ വെള്ളം വീണിട്ടുണ്ടായിരുന്നു, അതൊക്കെ തുടക്കാം. ഞാൻ എൻ്റെ മുഖമൊക്കെ കാണിക്കാം. വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും ഞാൻ എൻ്റെ റൂമിൽ ചെന്ന് മുഖമൊക്കെ ഒന്ന് തുടച്ചൊന്ന് ജസ്റ്റ് ഒപ്പി എടുത്തു. എന്നിട്ട് ഞാൻ ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ സിറാണ്, അതൊരു ബ്രൈറ്റനിങ് സിറാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത് തോന്നിയിട്ട് അപ്പോൾ അത് തേച്ചു. ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് അയച്ചു വെച്ചാണ് ചെറിയൊരു മസാജ് കൊടുക്കുന്നത്. കാരണം രാത്രി തൊട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കല്ലോ, അപ്പം തുണിയൊക്കെ ഉണക്കാനിട്ടേക്കുന്നൊക്കെ നിങ്ങൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഇതാക്കി ഒന്ന് കെട്ടി കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ബോയൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ മുഖത്ത് കൊടുക്കുന്നു. ഞാനൊരു സ്പ്രേ അടിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പുറത്തിരുന്നു അടുക്കള ചെന്നിട്ട് എൻ്റെ ജനലിൽ കൂടെ പുറത്തോട്ട് കൊണ്ടുവരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വെള്ളം കുടിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വീഡിയോ ഉണ്ട്, മൈദ വെച്ചിട്ട് ഒരു ഈസി ഇൻസ്റ്റൻ്റായിട്ടൊരു ദോശ പോലെ. അപ്പോൾ ഞാൻ മൈദ എടുത്തു, ഒരു കപ്പ് മൈദ എടുത്തു, വെള്ളം ഒഴിച്ചു, പിന്നെ ഉപ്പ്, പഞ്ചസാര, ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ അടുപ്പ് നോക്കുക. അങ്ങനെ ലാസ്റ്റ് എനിക്ക് മിക്സിയുടെ ജാറിൻ്റെ അടുപ്പ് കിട്ടി. എന്നിട്ട് ഞാൻ വെച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കുറച്ച് ഫ്ലോറും കൂടെ ഒന്നും കൂടെ എടുത്തു കഴിഞ്ഞ് ഞാനൊരു പാത്രത്തിലോട്ട് നോക്കിയിട്ടുണ്ടോ. നമ്മൾ ദോശമാവൊക്കെ പോലെ തന്നെ നമ്മൾ നോർമൽ അരിദോശയില്ല. അപ്പോൾ നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് നോക്കിയായിരുന്നു, ഇല്ല കുറച്ച് ഉപ്പും കൂടെ എടുത്തു. പിന്നെ ഞാൻ ഗ്യാസ് ഓണാക്കി പാൻ വെച്ചു. അത് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ നോക്കിയിട്ടില്ല, അപ്പോൾ എണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് വൈറ്റ് ചെയ്തു, കാരണം ഇച്ചിരി വെള്ളമയം ഉണ്ടായിരുന്നു, അതൊന്ന് പോകാനായിട്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് കുറച്ച് എണ്ണ കൊടുക്കും പാനിൽ, ഫസ്റ്റ് അതൊന്ന് നല്ലതായിട്ട് ആയി വരണമല്ലോ. അങ്ങനെ ഇതാക്കി ഞാൻ ഒരു തവിക്കോരി ഒഴിച്ചു. കുഴപ്പമില്ല, നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ ഇതാക്കി കൊടുത്തു, കാരണം എണ്ണയില്ലെങ്കിൽ ഒരു സുഖമില്ല, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതിലും നല്ലത് നമുക്ക് കുറച്ചൊരു എണ്ണയൊക്കെ ഒന്ന് തേച്ച്, ബട്ടർ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നെയ്യൊന്നും എൻ്റെ കയ്യിൽ ഇരിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുക്കിംഗ് ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് ഞാനിങ്ങനെ ഇതാക്കി തിരിച്ചിട്ടു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഞാൻ കറി ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് ചൂടാക്കാമെന്ന് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അത് കുറേ വെള്ളമായി. അപ്പോൾ ആ ചാറ് കൂട്ടിയിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇത് രാവിലെ എനിക്കിപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നും കഴിക്കാറില്ല. അങ്ങനെ ഞാൻ വെച്ചു എന്നാൽ പിന്നെ ഇത് ഉണ്ടാക്കിയേക്കാണെന്ന് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സമയം പോകാനായിട്ട് എൻ്റെ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പിസ്തയും ബേസൽ നട്ടും പിന്നെ ഒരു വാൾനട്ടും 2 കാഷ്യൂ ആണെന്ന് തോന്നുന്നു, പിന്നെ ഒരു ബദാം. അതിങ്ങനെ കറുമുറ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത 2 ദോശ മതി. അപ്പോൾ ഞാൻ ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും, എനിക്ക് പിന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇച്ചിരി 2 ദോശക്കുള്ള മാവായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ അടുത്തതിൽ എണ്ണ തേക്കുന്നു, ഞാൻ വെയിറ്റ് ചെയ്യുന്നു, അതൊന്നായി. അപ്പം ഞാനതൊന്ന് തിരിച്ചിടും. മറ്റേത് ചൂടാവുന്നില്ല, ചെറിയ സ്റ്റൗ എന്താണ് പറയുക, ബേണറാണ്. അപ്പം ഞാനതിന് കുറേ നേരം വെയിറ്റ് ചെയ്യണം.
അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഇതാക്കി, അത് രണ്ടാമത്തെ ദോശ നമ്മളിങ്ങനെ അമുക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് നമ്മുടെ തട്ടിക്കൂട്ട് ചിക്കൻ കറി ഒഴിച്ചു. എനിക്ക് വലിയ ഇഷ്ടമല്ല ചിക്കൻ, അത് ഞാനൊരു ചെറിയ പീസ് എടുത്തു. എന്നിട്ട് ഞാൻ അതിനകത്ത് നിന്ന് മുറിച്ചു എടുക്കുന്നു, ഒരു കുഞ്ഞു പീസ് വെക്കുന്നു, കഴിക്കുന്നു. സൂപ്പർ.